എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. പത്മിനി ഗോപിനാഥ് നിലമ്പൂർ നഗരസഭയുടെ ചെയർപേഴ്സണാകും. പാർട്ടിയുടെ സ്ഥാനങ്ങൾ വഹിക്കുന്നവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, നഗരസഭാ കോർപ്പറേഷൻ ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന KPCC തീരുമാനമാണ് പത്മിനി ഗോപിനാഥിന് ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കാൻ അവസരമൊരുങ്ങുന്നത്. KPCC അംഗം, മുൻ നഗരസഭാ ചെയർപേഴ്സൺ, ജില്ലയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവ് എന്ന പരിഗണനയും പത്മിനി ഗോപിനാഥിന് ചെയർപേഴ്സൺ സ്ഥാനം ഉറപ്പിക്കുന്നു. നിലമ്പൂർ കോവിലകത്ത് മുറി ഡിവിഷനിൽ നിന്നുമാണ് പത്മിനി ഗോപിനാഥ് വിജയിച്ചത്. 2020 കോൺഗ്രസ് ഇവിടെ 3ാം സ്ഥാനത്തായിരുന്നു. CPMലെ നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭ വൈസ് ചെയർപേഴ്സണുമായിരുന്ന അരുമ ജയകൃഷ്ണനെയാണ് തോൽപ്പിച്ചത്. 2020 BJP അക്കൗണ്ട് തുറന്ന കോവിലകത്ത് മുറിയിൽ അവരെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളാനും പത്മിനി ഗോപിനാഥിനായി. 2020 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിന്ന പത്മിനി ഗോപിനാഥ് പാർട്ടി ആവശ്യപ്രകാരമാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങിയത്. പാർട്ടി തീരുമാനം വിജയം കണ്ടുവെന്നാണ് പത്മിനി ഗോപിനാഥിന്റെ വിജയം. തെരഞ്ഞെടുപ്പിന് 1 മാസം മുൻപ് വരെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ലിസ്റ്റിലുണ്ടായിരുന്നത് കഴിഞ്ഞ ബോർഡിലെ ഡെയ്സി ചാക്കോ, ഷീജ ചന്ദ്രൻ, ഷേർലി മോൾ എന്നിവരുടെ പേരുകളാണ്. ഇതിൽ ഷീജ ചന്ദ്രനും ഷേർലി മോളും വിജയിച്ചപ്പോൾ കോൺഗ്രസിന് ശക്തമായ അടിത്തറ ഉണ്ടായിരുന്ന കുളക്കണ്ടം വാർഡിൽ ഡെയ്സി ചാക്കോ പരാജയപ്പെട്ടു. ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. കോൺഗ്രസിൽ ഒരു വിഭാഗം ചരട് വലിച്ചതാണ് പരാജയ കാരണമെന്ന് കാണിച്ച് പാർട്ടിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം ഒരു വിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് MLA മുൻപ് നഗരസഭയിലേക്ക് ഈ ഡിവിഷനിൽ നിന്നും വിജയിച്ചിട്ടുണ്ട്. 2020 LDF തരംഗത്തിൽ മാത്രമാണ് കുളക്കണ്ടം ഇതിനു മുൻപ് LDFനൊപ്പം നിന്നിട്ടുള്ളത്. നിലമ്പൂർ നഗരസഭയുടെ വൈസ് ചെയർമാൻ സ്ഥാനം മുസ്ലിം ലീഗിലെ കൂമഞ്ചേരി നാണിക്കുട്ടിക്ക് ലഭിക്കാനാണ് സാധ്യത. മുതിർന്ന അംഗം അടുക്കത്ത് ഇസ്ഹാക്കിന്റെ പേരും പരിഗണനയിലുണ്ടെന്നാണ് സൂചന. എ+ വിഷൻ, നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.